തുടരുക. ശ്രീ മോഹൻ വർഗീസ്, ഏറെ ഭയപ്പെടുത്തുന്ന സാഹചര്യം, ഈ സഹോദര രാഷ്ട്രങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും ഒന്നും ഞങ്ങൾ ലക്ഷ്യമിടില്ല എന്ന് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞതാണല്ലോ. അപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ തൊടുത്ത് ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന് മാത്രമാണോ ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്? നമ്മൾ എന്ത് മനസ്സിലാക്കണം? യുദ്ധത്തിലും പ്രേമത്തിലും ഒരു നിയമവും ബാധകമല്ല, ഒരു ചട്ടങ്ങളും ബാധകമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന രീതിയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഖത്തറിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഖത്തർ വളരെയധികം മൂല്യമുള്ള ഒരു ഗൾഫ് രാജ്യമാണ്. കാരണം ഈ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, പലപ്പോഴും അറബ് മേഖലയിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ തർക്കമുണ്ടാകുമ്പോഴും, ഇസ്രായേലും ഹമാസും തമ്മിൽ തർക്കമുണ്ടാകുമ്പോഴും മധ്യസ്ഥത വഹിക്കാൻ മുന്നിട്ട് നിന്ന രാജ്യമാണ് ഖത്തർ എന്ന് ഓർക്കണം. യൂറോപ്പിൽ എങ്ങനെയാണോ സ്വിറ്റ്സർലൻഡ് നിഷ്പക്ഷത പാലിക്കുന്നത്, ഏതാണ്ട് അതേ രീതിയിലുള്ള നിഷ്പക്ഷതയാണ് ആ പ്രദേശത്ത് ഖത്തർ പാലിക്കുന്നത്. മാത്രമല്ല, ഇറാന്റെ മിലിഷ്യയുടെ, ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത നേതാക്കളും ഈ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളും എല്ലാം തന്നെ സ്ഥിരമായി ഖത്തർ തലസ്ഥാനമായ ദോഹ സന്ദർശിക്കുന്ന ഇടങ്ങളാണ്. അത് മാത്രമല്ല, ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ ഖത്തറിൽ ആസ്ഥാനങ്ങളുമുണ്ട്. അത് മാത്രമല്ല, ഇസ്രയേലുമായിട്ടും നല്ല ബന്ധം പാലിക്കുന്ന രാജ്യമാണ് ഖത്തർ. ഖത്തറിൽ അമേരിക്കൻ സേനാ താവളങ്ങളുണ്ട് എന്നത് ശരിയാണ്. അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. അത് കൃത്യമായി പറഞ്ഞാൽ ഖത്തർ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വ്യോമ താവളമാണ്, അവിടെ ഫെസിലിറ്റി. അപ്പൊ ഖത്തറിന്റെ തന്നെ സുരക്ഷയും പ്രദേശത്തിന്റെ സുരക്ഷയും എല്ലാം തന്നെ അതിൽ അന്തർലീനമാണ്. ആ താവളമാണ് ആക്രമിച്ചത് എങ്കിൽ പോലും ഖത്തറിന്റെ എയർ സ്പേസ് വയലേറ്റ് ചെയ്യുമ്പോൾ അത് ഖത്തറിനെതിരെയുള്ള ഒരു യുദ്ധ നീക്കമായി വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ശക്തമായ തിരിച്ചടി ഇറാന് നൽകുമെന്ന രീതിയിലുള്ള പ്രസ്താവന ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. ഖത്തറിൽ മാത്രമല്ല എന്ന് ഓർക്കണം, 19 ഇടങ്ങളിൽ, മധ്യപൗരസ്യ പ്രദേശത്തെ 19 ഇടങ്ങളിൽ, ഏതാണ്ട് 8-9 രാജ്യങ്ങളിൽ അമേരിക്കയുടെ വ്യോമ താവളങ്ങളും നാവിക താവളങ്ങളും ഉണ്ട്. അതിൽ പലതും ആക്രമണ വിധേയമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് എങ്കിൽ പോലും ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് അറബ് ഇസ്ലാമിക ലോകത്താണ് എന്നത് ഒരു വലിയ വിരോധാഭാസമായി തോന്നാം. അങ്ങനെ അറബ് യൂണിറ്റി അല്ലെങ്കിൽ ഇസ്ലാമിക യൂണിറ്റി ഇറാൻ അനുകൂലമായി പ്രവർത്തിക്കേണ്ട ഒരു ആഹ്വാനം ഇറാൻ നൽകുമ്പോൾ അതേ ഇടങ്ങളിലേക്ക് തന്നെ ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും പായിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ ആ പ്രദേശത്ത് കൂടുതൽ ഒറ്റപ്പെടാനുള്ള സാധ്യതയാണ്. തീർച്ചയായും. ദയവായി ശ്രീ മോഹൻ വർഗീസ് ഒന്ന് തുടരണം. ഇപ്പോൾ